പോയിന്റ് ആണോ? അതെ അതെ ഇന്ന് നമ്മുടെ ഷൈനിമാമാണ് നമുക്ക് ശിവശതകം എടുത്തു തരുന്നത്. ടീച്ചറിനെ ഷൈനിമാമിനെ ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. തൃപ്പാദജയം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നിതയേ സർവവിദ്യാനാം വിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. തൃപ്പാദജയം. തൃപ്പാദജയം തൃപ്പാദജയം. ഇടയ്ക്ക് ഒരു ശകലം ഗ്യാപ്പ് വന്നിരുന്നു. അതിന്റെ കാരണമൊക്കെ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ക്ലാസ് ശ്രദ്ധിച്ചിട്ട് അടുത്തതിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 36-ാമത്തെ ശ്ലോകത്തില് ഭഗവാനെ ഈ പാർത്ഥലത്തിൽ, അതായത് ഈ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ എനിക്ക് വേറെ നീ ഒഴിഞ്ഞ് ഒരു തുണ വേറെ ആരുമില്ല. അതുകൊണ്ട് സ്മരഹര, സ്മരിക്കുന്ന നിമിഷത്തിൽ തന്നെ എൻ്റെ പാപങ്ങളെ, എൻ്റെ ദുഃഖങ്ങളെ ഹരിക്കുന്നവനെ, നീ ഒന്ന് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ, എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ, അതിൽ പരമായിട്ടുള്ള ഒരു കൃപ വേറെ ഒന്നും എനിക്കില്ല. ഇതാണ് പറഞ്ഞു നിർത്തിയത്. ഈ അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മനസ്സിന്റെ സമനില തന്ന് എന്നെ അനുഗ്രഹിക്കണം. കാരണം എന്താ, നമ്മുടെ ബുദ്ധിമുട്ട് എന്താണ്? സ്ഥിരമായിട്ട് ഒരേ നിലയിൽ നിലനിൽക്കുവാൻ നമുക്കാർക്കും കഴിയുന്നില്ല. എങ്ങനെയാണോ ബാഹ്യമായിട്ടുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ ബാഹ്യമായ തലത്തില് സുഖവും ദുഃഖവും മാറി മാറി വരുന്നതിനനുസരിച്ച് അതിനോടൊപ്പം ഏറ്റക്കുറിച്ചില് കയറി ഇറങ്ങി വിഷമിക്കുവാനാണ് ഓരോ നിമിഷവും നമ്മൾ ശ്രമിക്കുന്നത്, അല്ലേ? സുഖം വരുമ്പോൾ ആർത്തുല്ലസിക്കും, ആഹാ ഹാ ഹാ. ദുഃഖം വരുമ്പോ എന്ത് ചെയ്യും? മുഞ്ച് മുഞ്ച്. ഇത് എങ്ങനെയും എന്നെ മുഞ്ചെന്ന് പറഞ്ഞാൽ അകന്നു പോവുക, വിടുക. ഇത് ഉപനിഷത്തിൽ പറഞ്ഞ വാക്കാ കേട്ടോ, ആഹാ മുഞ്ച് മുഞ്ച്. ഇതാണ് നമ്മുടെ അവസ്ഥ. സുഖം വരുമ്പോ സന്തോഷവും, ദുഃഖം വരുമ്പോ കണ്ണീരോടെ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി, ഈ ഒരു തലത്തിൽ നിന്നും മാറി എന്നെ സദാ ഒരേ നിലയിൽ നിലനിർത്തുവാനായിട്ട്, ഏറ്റക്കുറിച്ചിലുകളിൽ ഏർപ്പെടാതെ എപ്പോഴും ഒരുപോലെ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തുവാനായിട്ട് ആരെ കൊണ്ടേ പറ്റുള്ളൂ? ഭഗവാനെ കൊണ്ടേ പറ്റുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന പ്രാർത്ഥനയാണ് 37-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ആ ശ്ലോകം ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം കേൾക്കാം. ഉമയൊടുകൂടിയടുത്തു വന്നു വേഗം മമ മതിമോഹമറുത്തു മെയ് കൊടുത്ത് യമനുടെ കയ്യിലകപ്പെടാതെ എന്നും സമനില തന്നു തളർച്ച തീർത്തിടേണം. ഉമയോടുകൂടിയടുത്തു വന്നു വേഗം മമ മതിമോഹമറുത്തു മെയ് കൊടുത്ത് യമനുടെ കയ്യിലകപ്പെടാതെ എന്നും സമനില തന്നു തളർച്ച തീർത്തിടേണം. ഉമയോടുകൂടിയടുത്തു വന്നു വേഗം മമ മതിമോഹമറുത്തു മെയ് കൊടുത്ത് യമനുടെ കയ്യിലകപ്പെടാതെ എന്നും
സമനില തന്നു തളർച്ച തീർത്തിടേണം. ശരി. അപ്പൊ ഇവിടെ ഭഗവാനോട് പറയാണ്, ഭഗവാനെ അങ്ങ് ആരോടൊത്തു വരണം? ഉമയോട് ഒത്തു വരണം എന്നാണ് പറയുന്നത്. ആരാ ഉമ? പാർവതി ദേവി. അപ്പൊ പാർവതി ദേവിയോട് കൂടെ വേണം നീ എൻ്റെ അടുത്ത് വരുവാനായിട്ട്. കാരണം ഭഗവാന്റെ ധർമ്മപത്നിയാണ് പാർവതി ദേവി. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? മമ എന്ന് പറഞ്ഞാൽ എൻ്റെ മതി എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സിന്റെ മോഹം അറുത്ത് കളയണം. അറുത്ത് മെയ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മെയ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നീ അനുഗ്രഹിക്കുക, എൻ്റെ അടുത്തേക്ക് നീ വന്നു ചേരുക, ആശീർവാദം എനിക്ക് നൽകുക. എന്നിട്ടോ യമനുടെ കയ്യിൽ അകപ്പെടാതെ, യമനുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ കയ്യിൽ, മരണത്തിന്റെ കയ്യിൽ അകപ്പെടാതെ എന്നും എപ്പോഴും സദാ എന്ത് തന്നെ അനുഗ്രഹിക്കണം? സമനില തന്ന് അനുഗ്രഹിക്കണം. സമനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരേ നിലയിൽ എൻ്റെ മനസ്സിനെ നിലകൊള്ളുവാനുള്ള ആ ഒരു കഴിവ് നൽകി, തളർച്ച എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ ഈ ഏറ്റക്കുറച്ചിലുകൾ പെട്ട് തളർന്നിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് ആ തളർച്ച എനിക്ക് മാറ്റി തന്ന് എന്ത് ചെയ്യണം? എന്നെ അനുഗ്രഹിക്കണം. വളരെ സിമ്പിൾ ആണ് ഇത് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഇവിടെ മതിമോഹം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മതിമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ മോഹം. കാരണം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയുന്നുണ്ട് അമൃതബന്ധു ഉപനിഷത്ത്. അപ്പൊ മനസ്സ് തന്നെയാണ് ഒരു മനുഷ്യനിന്റെ ബന്ധനത്തിനും കാരണം, അതുപോലെ തന്നെ മുക്തിക്കും കാരണം. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ എന്താണ്? ബന്ധജനാണ്, ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താ? അവന് പല പല ആഗ്രഹങ്ങളും കാമനകളും ഉള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഇവയ്ക്കെല്ലാം പിന്നാലെ പായുന്നത് കൊണ്ട് ഒരു കെട്ടി അടുത്ത ആഗ്രഹങ്ങളുടെ കെട്ടി അങ്ങനെ അനേകായിരം കെട്ടുകളോടുകൂടി ഇരിക്കുകയാണ് അല്ലെ? അപ്പൊ ഈ മതിമോഹം, ഈ മോഹം, അഭിമാനം, ലാഭം, നഷ്ടം എന്നൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം എന്താണ്? ഈ മോഹമാണ്. അപ്പൊ ഈ മോഹത്തിന്റെ കെട്ടറുക്കണമെങ്കിൽ ആരെ കൊണ്ടേ സാധിക്കുകയുള്ളൂ? എനിക്ക് ഭഗവാനോടുള്ള ഭക്തി കൂടിയെങ്കിലേ സാധിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ പുറത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഈ വ്യവഹാര ദശയിൽ, വ്യവഹാര തലത്തിൽ എന്ത് തന്നെ നമ്മൾ നേടിയെടുത്താലും, എന്തു തന്നെ നമ്മൾ കൈവശപ്പെടുത്തിയാലും അതൊന്നും ഒരു കാലത്തും ഒരുപോലെ നിൽക്കുന്ന ഒന്നല്ല. പണമാകട്ടെ, പദവിയാകട്ടെ, വേറെന്തും എടുത്തുള്ളൂ, എന്തെങ്കിലും കാലങ്ങളോളം നിലനിൽക്കുന്ന ഒന്നുണ്ടോ? ബന്ധങ്ങൾ ഉണ്ടോ? നമ്മുടെ അച്ഛനും അമ്മയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ. പക്ഷെ കാലങ്ങളോളം അവർ നമ്മുടെ കൂടെ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്നും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തില് ഒന്നും തന്നെ ഒരേപോലെ നിലനിൽക്കുന്ന ഒന്നും തന്നെ ഇല്ല. മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒന്നാണ് പ്രപഞ്ചത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. മാറിയേ മതിയാവും. ഇന്നൊരു തലമുറ ഉണ്ടെങ്കിൽ അടുത്ത തലമുറ വന്നേ പറ്റൂ. കഴിഞ്ഞ തലമുറ പോയേ പറ്റുള്ളൂ ഇന്നത്തെ തലമുറകൾക്ക് നിലനിൽക്കാനായിട്ട്. അപ്പൊ ഈ ഏറ്റക്കുറച്ചിൽ ഇങ്ങനെ കണ്ട് സുഖവും ദുഃഖവും മാറി മാറി വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം അസമനിലയിലാണ്. എന്താ ഈ അസമനില? നമുക്ക് സമചിത്തതയോടെ നിൽക്കുവാൻ സാധ്യമാകില്ല. സുഖമാകട്ടെ ദുഃഖമാകട്ടെ വന്നു പോകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഫേസ് ചെയ്യുവാൻ കഴിയാത്തവരായിട്ട് മാറുകയാണ്. ഇതല്ല നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ദുഃഖം വന്നാലും, സങ്കടങ്ങൾ വന്നാലും, ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ വന്നാലും അത് ഒരേപോലെ ഫേസ് ചെയ്യുവാൻ, അതിനെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് സമനില ഉള്ളവരായിട്ട്
നാം ഓരോരുത്തരും മാറുന്നത്. അല്ലെങ്കിൽ സുഖസമയത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അട്ടഹസിച്ച് ചിരിക്കും, ദുഃഖം വരുമ്പോഴോ കണ്ണീര് വാരിയെറിയും. അപ്പൊ സമനില തരിക എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിന്നോടുള്ള ഭക്തി കൊണ്ട് ഇവയെല്ലാം അനിത്യമായിട്ടുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നത്. എന്താ ഉപദേശിക്കുന്നത്? സമത്വം യോഗ ഉച്ചതി സിദ്ധേ സമേ ഭൂത്വ സമത്വം യോഗ ഉച്ചതി. ആ സമഭാവന നമുക്കുണ്ടാകും. ഇത് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ല. പക്ഷേ ഇവയെല്ലാം എന്താണെങ്കിലും ഈ ലോകത്തിൽ നമ്മൾ വന്നതുകൊണ്ട് ഇവയെല്ലാം ഫേസ് ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. അപ്പൊ ഫേസ് ചെയ്യുമ്പോൾ ഈവൻ ദിസ് വിൽ പാസ് അവേ എന്ന ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. കാരണം ഇന്ന് നമ്മൾ ഇപ്പൊ ഈ നിമിഷത്തിൽ കരയുന്നുവെങ്കിൽ അടുത്ത നിമിഷത്തിൽ ആ ദുഃഖം മാറിയിട്ട് സുഖം വരും. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ജീവിതത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലായി. അപ്പോ ഏറ്റക്കുറച്ചിലുകളിൽ പെട്ടു പോകാതെ സമനില തന്ന് എനിക്ക് അനുഗ്രഹം നൽകണം. ഭഗവാന് ഉമാദേവി, കാരണം ഉമാദേവിയോട് കൂടെ വരണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ശക്തനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശക്തനുമില്ല. അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹം കൊണ്ട്, കാരണം ഭഗവാൻ പാർവതി ദേവിയുമായി എഴുന്നള്ളുമ്പോൾ എൻ്റെ സകല ദുഃഖങ്ങളുടെയും ഹരണമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസമാണ്. അപ്പൊ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്കുണ്ടാകുന്ന ആ ഒരു ഭ്രാന്തിജന്യം താതാത്മ്യം എന്തിനോടാണുള്ളത്? ഈ ശരീരത്തിനോടാണ്. ശരീരം ഞാനാണ്. അപ്പൊ ഇത് താത്വികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതാവും, മരണം ഉണ്ടാവും. അപ്പൊ ഈ മരണം എന്ന ഒന്നിനെ ഭയക്കാൻ തുടങ്ങും. ഇപ്പൊ കാലന്റെ കയ്യില് അല്ലെ, യമനുടെ കയ്യിലകപ്പെടാതെ എല്ലാവരും ഭയക്കുന്ന ഒന്നാണ് മരണം. അപ്പൊ മരണത്തിന്റെ കയ്യിലകപ്പെടാതെ എന്നും സദാ, ശരിക്കും മരണം എന്ന ഒന്നുണ്ടോ? ചിന്തിച്ചു നോക്കുക. മരണം എന്ന ഒന്ന് നമ്മൾ താത്വികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മരണം എന്ന ഒന്നില്ല. ഈ ആത്മാവിന്റെ സഞ്ചാരമാണ്. ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കുള്ള യാത്രയാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണമെങ്കിൽ എനിക്ക് അറിവുണ്ടാകണം, എനിക്ക് ഭക്തി ഉണ്ടാവണം. ഇതിന് ആരുടെ അനുഗ്രഹം ഉണ്ടാകണം? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായേ മതിയാവും. ഭഗവാൻ എൻ്റെ ഉള്ളിൽ കുടികൊണ്ടാലേ മതിയാവൂ. അപ്പൊ ഈ ഒരു ആത്മീയ പുരോഗതിയിൽ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഭഗവാനോടുള്ള ഭക്തി തന്നെയാണ്. കാരണം മനസ്സ് നിർമ്മലമായെങ്കിൽ മാത്രമേ ഈ വക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും നിത്യേനെ അത് മനസ്സിൽ കൊണ്ട് നടക്കുവാനും സാധിക്കുള്ളൂ. അല്ലെങ്കിലോ ഈ 5 തൊട്ട് 6 മണി വരെയുള്ള ക്ലാസ്സുകളിൽ കേട്ട് കഴിഞ്ഞ് 6:05 അയക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം മറന്നുപോകും. അപ്പൊ നിത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചിന്താഗതി മനസ്സിനുള്ളിൽ കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ ഭഗവാനോടുള്ള ഭക്തി ദൃഢമാക്കുക. അപ്പൊ അത് ശിവഭഗവാനാകാം, ശ്രീനാരായണ ഗുരുദേവനാകാം, ഏതാണോ നിങ്ങളുടെ മനസ്സിന് ആനന്ദം നൽകുന്ന ആ ഒരു ഇഷ്ടദൈവം ആരാണോ അവരോടുള്ള ഭക്തി ദൃഢമാക്കുന്നതിലൂടെ മനസ്സിന്റെ ശുദ്ധി ഉണ്ടാകുമെന്നതിൽ യാതൊരു ഇതുമില്ല. കാരണം എന്താ? സാത്വിക ഭാവത്തിലേക്ക്, സാത്വിക തലത്തിലേക്ക് നാം ഉയരുകയാണ്. മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ രജോ ഗുണത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ തമോ ഗുണത്തിലോ ഏർപ്പെടുകയോ ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് സാത്വികമാണ്. ആ സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സാത്വിക ഗുണം നമുക്കുള്ളിൽ ഉണ്ടാകും. അങ്ങനെ സാത്വികത ഉണർന്നാൽ മാത്രമേ സമനില എന്ന ഭാവത്തിലേക്ക് ഉയരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോ സമത്വ ഭാവന കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇവിടെ ഭഗവാനോടുള്ള പ്രാർത്ഥന നടക്കുന്നത്. ഓക്കെ. അടുത്ത ശ്ലോകം നോക്കാം.
ചലമിഴിമാരുടെ ചഞ്ചു കണ്ടു നിൽക്കും നില നിടിലത്തിരുനോക്കു വെച്ചെറുത്ത് പല പല ലീല തുടർന്നിടാതെ പാലിച്ചലിവുട നിൻപദ പങ്കജം തരണം. അലമിഴിമാരുടെ ചന്ദ്ര കണ്ടു നിൽക്കും നിലനിടിലത്തിരുനോക്ക് വെച്ചെറുത്ത് പല പല ലീല തുടർന്നിടാതെ പാലിച്ചലിവോട് നിൻപാദ പങ്കജം തരേണം. തലമിഴിമാരുടെ ചഞ്ചു കണ്ടു നിൽക്കും നിലനിടിലത്തിരുനോക്കു വെച്ചെറുത്ത് പല പല ലീല തുടർന്നിടാതെ പാലിച്ചലിവൊടു നിൻപദ പങ്കജം തരേണം. തലമിഴിമാരുടെ മതി മതി ചഞ്ചു മതി മതി. കണ്ടു അപ്പോ ഇവിടെ ഇവിടെ ഒരു വൈരാഗ്യ ജനിപ്പിക്കാനുള്ള ശ്ലോകങ്ങളാണ്. സ്ത്രീകളെയാണ് ഇവിടെ പറയുന്നതെങ്കിലും സ്ത്രീകൾക്ക് വൈരാഗ്യം ജനിക്കണമെങ്കിൽ പുരുഷന്മാരോടുള്ള ആസക്തി കുറയണം. പുരുഷന്മാർക്ക് വൈരാഗ്യം ജനിക്കണമെങ്കിൽ സ്ത്രീകളോടുള്ള ആസക്തി കുറയണം. അതുകൊണ്ട് എന്താണ്, കാമചിന്ത അകറ്റി ഭഗവത് ഭക്തി തന്ന് അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയാണ് ഇവിടെ. നോക്കുക, ചലമിഴിമാരുടെ, ചലമിഴി, മിഴി കണ്ണ്, ചലമിഴി എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന, ചഞ്ചലമായിരിക്കുന്ന, മാരുടെ എന്ന് പറയുന്നത്. അവ സ്ത്രീകളുടെ ഒരു സൗന്ദര്യമാണ് അവരുടെ കണ്ണുകൾ, അല്ലെ? ഇമ വെട്ടി നോക്കുന്ന കണ്ണുകൾ. ചഞ്ച്, ചഞ്ച് എന്ന് പറഞ്ഞാല് ചുണ്ട്, അധരം എന്ന് പറയാം. കണ്ടു നിൽക്കും, കണ്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ അതിൽ ആകൃഷ്ടരാകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഏറ്റവും വലിയ കാമം ജനിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന ആസക്തിയാണ് ഈ ലോകത്ത്. വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ല. ഏറ്റവും പീഡനജനകമായിട്ടുള്ള കാമന എന്ന് പറയുന്നത് തന്നിൽ നിന്നും ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന, അല്ലെങ്കിൽ കാമം, ലസ്റ്റ് എന്ന ഭാവത്തിലേക്ക് മൈക്കൊന്ന് ഓഫ് ചെയ്യണേ, തോന്നുന്ന ഒന്നാണ് മനുഷ്യർക്ക് ആത്മീയ ഭാവത്തിലേക്ക് ഉയരുവാൻ തടസ്സമായിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്ത്രീകളെ പറയുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരും എന്ന് മനസ്സിലാക്കുക. ഇനി നിലനിടിലം എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, നിലനിടില തിരുനോക്ക് വച്ചറുത്ത് പല പല ലീല തുടർന്നിടാതെ പാലിച്ചലിവോടു നിൻ പദ പങ്കജം തരണം എന്ന് പറയുന്നു. നിലനിടിലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തൃക്കണ്ണ്. ഭഗവാന്റെ തൃക്കണ്ണ് കൊണ്ട് അവ ഒന്ന് നോക്കുക. ഇനി ഒന്ന് ഓർത്ത് നോക്കുക, എപ്പോഴാണ് കാമന അല്ലെങ്കിൽ കാമം ഉണ്ടാകുന്നത്? ആ ഒരു ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടാകും. നമുക്ക് എന്തിനോടും ആഗ്രഹം തോന്നിക്കഴിഞ്ഞ് അത് നമ്മളുടെ കൈവശം എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനോടുള്ള ആഗ്രഹം കുറഞ്ഞു വരും. എന്തും നമ്മളിൽ നിന്നും ദൂരത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിനോട് അതിപ്രീതി തോന്നുന്നത്. അതേസമയം ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ അടുത്തുണ്ടെങ്കിലോ, നമ്മുടെ സ്വന്തമാണ് അല്ലെങ്കിൽ നമ്മുടെ കൈവശം ഉണ്ടെങ്കിലോ അതിനോടുള്ള പ്രീതി കുറഞ്ഞു വരും. അപ്പോ ആ ഒരു ബോധമില്ലായ്മയാണ്, അല്ലെങ്കിൽ ഇത് കുറച്ചു കാലത്തേക്കും വേണ്ടി മാത്രം നമുക്ക് തോന്നിയ വെറും ഒരു തോന്നൽ മാത്രമാണ് ഇതിനോടുള്ള അതിപ്രീതി എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട്, ആ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് അവയിൽപ്പെട്ട് വശംവദരാകുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ നിടില തിരുനോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാകുന്ന ആ ദൃഷ്ടി. ഭഗവാൻ കാമദേവനെ ദഹിപ്പിച്ചതാണ്, കഥയറിയാം നമുക്ക്, അല്ലെ? അപ്പൊ ഭഗവാൻ ആ ഒരു നിമിഷം ആ ഒരു കാമന തോന്നിയെങ്കിലും അടുത്ത നിമിഷത്തിൽ തന്നെ ഭഗവാൻ തൻ്റെ ആ അവസ്ഥയിൽ നിന്ന് മാറി ജ്ഞാനമാകുന്ന ആ തീയിൽ കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞുക. പക്ഷെ നമ്മളെ കൊണ്ട് ആ തിരിച്ചറിവ് സാധിക്കുന്നില്ല. അതുകൊണ്ട് സാധകൻ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അങ്ങയുടെ തിരുനോക്ക് കൊണ്ട്
അങ്ങയുടെ തൃക്കണ്ണിന്റെ ദൃഷ്ടി കൊണ്ട് എന്നിലെ കാമബാണങ്ങളെ അല്ലെങ്കിൽ കാമനകളെ എരിച്ചു കളയുവാൻ എന്നെ സഹായിക്കണേ. നീല നിഠില തിരുനോക്ക് വച്ച് അറുത്ത്, കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു അറുത്ത് കളയുക എന്ന് പറഞ്ഞാൽ എന്താ? അശേഷം ഇല്ലാതാക്കുക എന്നാണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പെട്ടുപോകരുത്, ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാകരുത്. കാരണം ഒരു ചെറിയ ചിന്ത മതി അതൊരു പടുമരമായിട്ട് മാറാനായിട്ട്, അല്ലെ? ഒരു ചിന്ത ഒന്ന് ഓർത്തു നോക്കിയേ. ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റി ചിന്തിച്ചു കഴിയുമ്പോൾ ആ വസ്തുവിനെ ആസ്പദമാക്കിയിട്ടുള്ള എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ആ അനുഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൂടെ ആ ഒറ്റ ക്ഷണം കൊണ്ട് ഉണ്ടാകും. ആരുടെയാണ്? മൈക്കൊന്ന് ഓഫ് ചെയ്യണേ. അപ്പോ ആ ഒറ്റ നിമിഷം കൊണ്ട് എന്ത് ചെയ്യണം? ആ ചിന്തകളെ, ഭഗവാന്റെ ആ നോട്ടം കൊണ്ട് ആ ചിന്തകളെ അറുത്ത് കളയണം. അറുത്ത് കളയാന്ന് പറഞ്ഞാൽ അശേഷം ഇല്ലാതാക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ പല പല ലീല തുടർന്നിടാതെ പാലിച്ച്, ഇനി പല വിധത്തിലും ഇനി ലോകത്തിന്റെ ഒരു കാമനകളിലും പെടാതെ, ആ ഒരു കാമനകളും ഒരു അസത്യ വിചാരങ്ങളും. കാരണം എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ലക്ഷ്യം ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സദാ ഉണർന്ന് ഇരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനോടും എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടാകരുത്, തോന്നരുത്. ഞാൻ അതിനെക്കുറിച്ച് വിചാരിച്ച് അതിലേർപ്പെടരുത് എന്ന ഭാവമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ ആദ്യം പറഞ്ഞ കാമനയുണ്ടല്ലോ, ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്നത്, അത് അതിപീഡനജനകമായതുകൊണ്ട് തന്നെ അടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കിയേ, അലിവോട്, കരുണയോടുകൂടെ ഭഗവാനെ. കാരണം ഇത് അസഹനീയമാണ്. അതുകൊണ്ട് ആ കരുണ എന്നിൽ ചൊരിഞ്ഞ് എന്ത് ചെയ്യണം? നിന്റെ പദപങ്കജം, ഭഗവാന്റെ പാദം എപ്രകാരമാണ്? താമര ഇതളിനോട് സമാനമായിട്ടുള്ളതാണ്. അത്ര മൃദുവും അത്ര മനോഹരവുമായിട്ടുള്ള ആ പാതാരവിന്ദങ്ങളില് സദാ എൻ്റെ സ്മരണ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം നമുക്കറിയാം, നമുക്ക് ഏതൊരു ആഗ്രഹങ്ങളും അടക്കി വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് അതിനെ മറ്റൊരു തരത്തിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്, അല്ലെ? ഇപ്പൊ ചായ കുടിക്കുന്നത് ശരീരത്തിന് ദോഷമാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടി നമുക്ക് നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്താ ചെയ്യേണ്ടത്? ചൂടുവെള്ളം കുടിക്കുക. കാരണം ശരീരത്തിന്റെ ഉണർവാണ്. അതുപോലെ ഓരോ കാമനകളെയും, രജോ ഗുണവും തമോ ഗുണവും പ്രധാനമായിട്ടുള്ള ഓരോ കാമനകളെയും സാത്വീകരിക്കുക, സാത്വഗുണത്തിലേക്ക് നയിക്കുക, അതിനെ തിരിക്കുക. ഡിവിനൈസ് ദ ആക്ടിവിറ്റി എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ആക്ഷനുകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ഒക്കെ സാത്വിക തലത്തിലേക്ക് ഉയർത്തുക എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് എനിക്ക് ദുഃഖം തരുന്നുണ്ട്, എന്നാൽ ഇത് എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കുക, സാത്വിക നല്ല ഗുണത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ. കാമനകൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ കാമനകളെ ഭഗവാന്റെ ചിന്തകൾ കൊണ്ട് മാറ്റിയെടുക്കുക, ഭഗവാനോടുള്ള ആ ഭക്തി കൊണ്ട് മാറ്റിയെടുക്കുക. ആസക്തി തോന്നുന്നവയിൽ അതിന്റെ ആസക്തി ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാത്വിക തലത്തിലേക്ക് എന്നെ ഉയർത്താൻ സാധിക്കുന്ന എന്താണോ ഉള്ളത് അതിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കുക. അപ്പം മാത്രമേ മതിമോഹം അറുക്കാൻ കഴിയുകയുള്ളൂ, മാറുവാൻ കഴിയുകയുള്ളൂ, സാത്വികമായിട്ട് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. ഭഗവാന്റെ ചിന്ത സദാ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുവാനും കഴിയുള്ളൂ. ഇതൊരു സാധകന്റെ ദുഃഖമാണ്. ചുമ്മാ വന്നിരുന്ന് പ്രഭാഷണം കേൾക്കുന്നവർക്കോ
അല്ലെങ്കിൽ ചുമ്മാ വന്നിരുന്ന് ഒരു കഥ പോലെ കേൾക്കുന്നവന്റെയോ ദുഃഖമല്ല ഇത്, അല്ലേ? ആർക്കാ ദുഃഖം ഇരിക്കുന്നേ? എനിക്ക് ഇന്ന ദുഃഖങ്ങളുണ്ട്, അത് മാറുവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ആ രീതിയിൽ ജീവിച്ചു പോകുന്ന വ്യക്തിത്വങ്ങളാണുള്ളത്. പക്ഷെ ഒരു സാധകൻ ആഗ്രഹിക്കുകയാണ്, ഭഗവാനെ എനിക്കിനി ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, എൻ്റെ മനസ്സ് അതീവമായിട്ട് മറ്റുള്ള വസ്തുക്കളില് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ആ ആഗ്രഹങ്ങൾ ഒന്നും നല്ലതല്ല എന്ന് എനിക്ക് തിരിച്ചറിവുണ്ട്. അത് മാറ്റിയെടുക്കുവാൻ എനിക്ക് ഭഗവത് സ്മരണ കൊണ്ട് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്ന് കൃത്യബോധമുള്ള ഓരോ സാധകന്റെയും വേദനയാണിത്. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് കേട്ടിട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയോ വിചാരങ്ങളോ വികാരങ്ങളോ അല്ല നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത്, ഈ ശ്ലോകങ്ങളൊക്കെ വൈരാഗ്യം ജനിപ്പിക്കുവാനുള്ളതാണ്. വൈരാഗ്യം ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ മാത്രമാണ് എനിക്കൊരാശ്രയം, ഭഗവാന് മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വീണ്ടും 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 ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എത്രമാത്രം അതിന്റെ പ്രാധാന്യം ആ വ്യക്തി അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഓരോ കാര്യങ്ങളും പറയുന്നത് ശ്രദ്ധിക്കുക, മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിനെ ഏത് തലത്തിലേക്കാണ് സാത്വീകരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് കേട്ട് നാം അത് ആചരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ചലമിഴിമാരുടെ ചഞ്ചു കണ്ടു നിൽക്കുക, അതായത് സ്ത്രീകളുടെ സൗന്ദര്യം കണ്ട് അതിൽ ആകൃഷ്ടനാകാൻ താല്പര്യമുള്ള വ്യക്തിത്വങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധമമായിട്ടുള്ള ചിന്തകളാണ് ചിന്തിച്ചു കൂട്ടുന്നത്. കാരണം ഇതിനൊരു അന്തമില്ല. ഒരു കാമന സാധിച്ചു കഴിയുമ്പോൾ, കാമവസ്തുവിനെ അത് സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നീട് അടുത്ത് 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 ഇങ്ങനെ പോവുകയല്ലാതെ ഇതിനൊരറുതി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ മനസ്സിനെ അങ്ങനെ പായാൻ അനുവദിക്കാതെ സദാ നിന്റെ പാതാര ബിന്ദങ്ങളുടെ സ്മരണ, അതായത് ഭഗവാന്റെ സ്മരണ സദാ എന്നിൽ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ കൂടുതലും ഒരു സാധകൻ എന്ന നിലയിൽ നാം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഭോഗവസ്തു അല്ലെങ്കിൽ കാമന വസ്തുക്കളോടുള്ള താല്പര്യം എപ്രകാരമാണ് എന്ന് വിലയിരുത്തുക. എന്തിനോടാണ് എനിക്ക് അധിക താല്പര്യം എന്ന് വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞ് അത് എൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നയിക്കുന്നില്ലെങ്കിൽ അതിനെ മറ്റ് സാത്വികമായിട്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ആ തലത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുക. മനസ്സിനെ സദാ സത്വതലത്തിലുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാക്കുക. ഇങ്ങനെ പഠിക്കുക, ഗുരുദേവന്റെ കൃതികളെ പഠിക്കുക, ഗുരുദേവൻ പോയിരുന്ന സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, ഗുരുദേവന്റെ വിഷയങ്ങൾ പഠിച്ചവരുമായിട്ട് ചർച്ച ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ അറിയുക. അല്ലാതെ സാധാരണ നാം ചെയ്തു വരുന്ന ഏഷണിയോ അല്ലെങ്കിൽ അസൂയയോ കുശുമ്പോ പരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ ഈ സാത്വികമായിട്ടുള്ള രീതിയിലേക്ക് തിരിയുക എന്ന ഒരു അർത്ഥമാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ട് തരുന്ന കാമന വസ്തു? അതെന്തുമാകാം. അതിപ്പോ ഒരു വ്യക്തിയാകണമെന്നില്ല, ചിലപ്പോ ഒരു വസ്തുവാകാം, ഒരു ഇടമാകാം, എന്താണെങ്കിലും ശരി അതിനെ നാം, ഇതിന്റെ അർത്ഥം എന്താണ്? നാം നമ്മെ തന്നെ വിലയിരുത്തുക എന്നാണ്. അപ്പൊ കാമ ചിന്തകളെ അകറ്റി ഭഗവാന്റെ ആ അനുഗ്രഹം എന്നിൽ സദാ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയാണ് 38ാമത്തെ ശ്ലോകത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇനി ഇവിടെ ഒരു സുഭാഷിതം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് സുഭാഷിതത്തിന്റെ നല്ല ആശയങ്ങള് നമുക്ക് ശ്ലോക രൂപത്തിൽ, സംസ്കൃത ശ്ലോക രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതിനെയാണ് സുഭാഷിതം എന്ന് പറയുന്നത്. ആഹാര നിദ്ര മൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷ ധർമ്മേന ഹീന പശുഭി സമാൻ. ആഹാരം നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കാം. അന്നം, നിദ്ര ഉറക്കം, മൈഥുനം കാമനകളുടെ സെക്സ്, ഇതെല്ലാം മൃഗങ്ങളിലുമുണ്ട്, അതുപോലെ തന്നെ മനുഷ്യരിലുമുണ്ട്, അല്ലേ?
പിന്നെ ഭയം. ഈ നാലെണ്ണവും മൃഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ മനുഷ്യരിലും കാണാൻ സാധിക്കും. അപ്പോ മൃഗവും മനുഷ്യനും ഒരേപോലെയാണോ? അല്ല. എങ്ങനെയാണ് അവനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്? എന്താണ് അവനെ വ്യത്യസ്തനാക്കുന്നത്? ധർമ്മമാണ്. ധർമ്മോഹിതേശാം അധികോ വിശേഷം. ധർമ്മം, അതായത് അവന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അവന് തിരിച്ചറിവുണ്ട്, താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുവാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ധർമ്മമാണ് അവനെ പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അവിടെയാണ് മനുഷ്യൻ ശ്രേഷ്ഠ സൃഷ്ടിയാകുന്നത്. അവിടെയാണ് മനുഷ്യൻ ബുദ്ധിമാനാകുന്നത്. അപ്പോ ഈ ധർമ്മം അവനിലുണ്ടെങ്കിൽ അവൻ എന്താണ്? മനുഷ്യനാണ്. ഇനി ധർമ്മേന ഹീന. ഇനി ധർമ്മം അവനില്ലെങ്കിലോ? അവന് ഈ തിരിച്ചറിവ് ഇല്ലെങ്കിലോ? ഈ ആഹാരവും മൈഥുനവും ഭയവും പിന്നെന്താ ഇവയെല്ലാമാണ് എൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കുന്നവൻ എപ്രകാരമാണ് ജീവിക്കുന്നത്? മൃഗതുല്യനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അല്ലെ? എത്ര ഷാർപ്പായിട്ടുള്ള ഒരു വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ചിമ്പാൻസിയിൽ നിന്നും മനുഷ്യനിലേക്ക് ഉയർന്നിട്ടില്ല. ശരിയല്ലേ? കാരണം മൃഗങ്ങൾ പോലും ഇതെല്ലാം ചെയ്യുന്നുണ്ട്, നമ്മളും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ബുദ്ധിയുള്ള ജീവിയാണ്, മാൻ ഈസ് ആൻ ഇന്റലിജന്റ് ആനിമൽ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അവന് വിവേക ബുദ്ധി എന്നുള്ളതാണ്. അതില്ലെങ്കിൽ അവനും മൃഗം തന്നെയാണ്. യാതൊരു മാറ്റവുമില്ല. 4 കാലില് അതുങ്ങൾ നടക്കുന്നു, നമ്മൾ 2 കാലിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോ ഈ കാമനകളെയൊക്കെ നിയന്ത്രിക്കുവാൻ ഭഗവാനെ നിന്റെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. അങ്ങനെ ആ അനുഗ്രഹം നൽകി നിന്റെ പാതാരവിന്ദങ്ങളുടെ സ്മരണ എന്നിൽ സദാ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. കടിയിടയിങ്കലൊളിച്ചിരുന്നു കൂടും പൊടിയിലുമുരുണ്ടു വിരണ്ടു പോക്കടിപ്പാൻ അടിയനു സംഗതി വന്നിടാതിരുത്തി പടിയരുളേടുക പാർവതീശ പോറ്റി. കടിയിടയിങ്കലൊളിച്ചിരുന്നു കൂടും പൊടിയിലുരുണ്ടു വിരണ്ടു പോക്കടിപ്പാൻ അടിയനു സംഗതി വന്നിടാതിരുത്തി പടിയരുളിയിടുക പാർവതീശ പോറ്റി. കടിയിടയിങ്കലൊളിച്ചിരുന്നു കൂടും പൊടിയിലുരുണ്ടു വിരണ്ടു പോക്കടിപ്പാൻ അടിയനു സംഗതി വന്നിടാതിരുത്തി പടിയരുളിയിടുക പാർവതീശ പോറ്റി. ഓക്കെ. കടിയിണയിൽ ഒളിച്ചിരുന്ന് കൂടും എന്ന് പറയുന്നുണ്ട്. എന്ത് കടിയിണ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കടിയിണ എന്ന വാക്കിന്റെ അർത്ഥം അരക്കെട്ടിനുള്ളിൽ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, ഏറ്റവും പീഡനാജനകമായിട്ടുള്ള കാമം എന്ന് പറയുന്നത് ലൈംഗിക ആസക്തി തന്നെയാണ്. അപ്പൊ ഈ അരക്കെട്ടിനുള്ളിൽ ഒളിച്ച് ഇരുന്ന് കൂടും. ഇനി ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മളൊക്കെ വസ്ത്രം ധരിച്ച് ഇവയെല്ലാം മൂടി വെച്ചിരുന്നുവെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ വക ചിന്തകളല്ലേ കൂടുതലും ഉണ്ടാവുക സാധാരണ മനുഷ്യരില്, അല്ലേ? അപ്പൊ ആ അരക്കെട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന്, ഇത് എത്ര നമ്മൾ മൂടി വെച്ച് കൊണ്ട് നടന്നാലും ഈ ഒരു ആസക്തി എന്ന് പറയുന്നത് അതിവേദനാജനകമായിട്ടുള്ള പീഡനാജനകമായിട്ടിരിക്കുന്ന ഒന്നാണ്. ഒളിച്ചിരുന്ന് മറഞ്ഞിരുന്ന് ഈ ആസക്തി ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒളിച്ചിരുന്നു കൂടും പൊടിയിലുരുണ്ട്. ഇനി ഇവിടെ പൊടി എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുകയാണ് ഈ കാമനാസക്തിയെ. കാരണം ഒന്ന് ഓർത്തു നോക്കിയേ, ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഗുരുദേവൻ
പൊടി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശരീരം എന്തായി മാറുന്നു അവസാനം? പൊടിയായി മാറും, പൊടിയായി മാറുന്നു, മണ്ണായി മാറുന്നു. അതല്ലെങ്കിൽ നമ്മളൊക്കെ എന്നും തൂത്ത് കളഞ്ഞ് നിസാരമായി തൂത്തെടുത്ത് മാലിന്യം എന്ന രൂപത്തിൽ തൂത്ത് കളയുന്ന ഒന്നാണ് എന്ത്? പൊടി. ശരിയല്ലേ? അപ്പൊ ഈ നിസ്സാരവൽക്കരിക്കാൻ, ഈ ശരീരത്തിനോടുള്ള കാമനെ പോലും കേവലം എന്താ പറയുന്നത്, കേവലം മാലിന്യം മാത്രമാണ്. വിരണ്ടുപോയി. ഇനി അതിൽ ഉരുണ്ട് അതിൽ കിടന്ന് കഷ്ടപ്പെട്ട്, ഈ കാമനയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അതീവ താല്പര്യമുണ്ടാക്കി ഒന്ന് ഓർത്തു നോക്കുക ആ അവസ്ഥയിൽ നമ്മുടെ മനസ്സെന്തായിരിക്കും എന്നത്. അപ്പൊ അതീവ താല്പര്യം കൊണ്ടുകൊണ്ട് പോക്കടിപ്പാൻ, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക. അവൻ പോക്ക, അല്ലെങ്കിൽ അവള് പോക്ക, പോക്കടിച്ച് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്. പോക്കടിപ്പാൻ എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക. അടിയനു സംഗതി വന്നിടാതെ, വന്നിടാതിരുത്തി പടിയരുളിയിടുക പാർവതീശ പോറ്റി. മുമ്പ് ഞാൻ പറഞ്ഞു ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സാധകന്റെ പ്രാർത്ഥനയാണ്. കാരണം ഈ വക ചിന്തകൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് സമാധാനത്തിലല്ല ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധ്യമല്ല, ഇങ്ങനെ ഒരു നിമിഷം ഇവിടെ ഇരിക്കുവാൻ സാധ്യമല്ല. രജോ ഗുണമാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു കൺഫ്യൂഷനിലേക്ക്, ആ ഒരു എന്താ പറയുന്നത്, ഒരു അസ്വസ്ഥതയിലേക്ക് അടിയനു സംഗതി വന്നിടാതെ, എനിക്ക് ആ അവസ്ഥ ഉണ്ടാക്കി തരരുത്, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് ഞാൻ പെട്ടുപോകരുത് ഭഗവാൻ എന്നാണ്. ഞങ്ങളുടെ ആചാര്യൻ പറയുന്നുണ്ട്, ഈ ശരീരം എന്ന് പറയുന്നത്, നമുക്കിപ്പോ ആരോടെങ്കിലും ഒരു ആസക്തി തോന്നിയെന്നിരിക്കട്ടെ ഓപ്പോസിറ്റ് ജെൻഡറിനോട്, ആ വ്യക്തി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ, ശരിയല്ലേ, നമുക്ക് ആ ഒരു ആസക്തി അപ്പാടെ മാറിപ്പോകും. അല്ലെങ്കിൽ ആ ശരീരത്തിനുള്ളിലെ ആ ഒരു അവസ്ഥ, മലവും മൂത്രവും വിസർജനവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ശരീരം, അത് കൊണ്ടു നടക്കുന്ന ഒന്നാണല്ലോ എന്ന് വിചാരിക്കുമ്പോ തന്നെ എന്തുണ്ടാകും? തന്നെ വൈരാഗ്യം ഉണ്ടാവും. അത്ര നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഷൈനിയെ നിങ്ങൾ ഇന്ന് കാണുന്നുണ്ട്, 20 വർഷം കഴിയുമ്പോ ഷൈനി എങ്ങനെ ഇരിക്കും? അപ്പൊ വേണ്ട. അപ്പൊ നമുക്ക് ആ ആസക്തി കുറേശ്ശെ കുറഞ്ഞു വരും. അപ്പൊ ഈ ഒരു തലത്തിലേക്ക് അടിയനെ, ഈ ഒരു കാമന ആസക്തിയിലേക്ക് പെട്ടുപോകാതിരിക്കുവാൻ എന്നെ എന്ത് ചെയ്യണം? പടിയരുളിയിടുക. പടിയരുളിയിടുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങയുടെ ആശ്രയം, അങ്ങയുടെ അഭയം എനിക്ക് നൽകുക എന്നതാണ്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോ ആരെ കാണാൻ സാധിക്കുമെന്ന പ്രാർത്ഥന? ശിവനെ കാണാം, അല്ലേ? അപ്പൊ അങ്ങനെ വിചാരിക്കാം. അല്ലെങ്കിലോ ഈ യോഗസിദ്ധിയിലൂടെ സഹസ്രാര പത്മതലത്തിലേക്ക് 6 ചക്രകളും കടന്ന് 7ാമത്തെ ചക്രമായിട്ടുള്ള സഹസ്രാര പത്മതലത്തിൽ ശിവ ഭഗവാന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ശിവശക്തി സംയോഗം നടത്തുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുക എന്ന പ്രാർത്ഥനയും നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിലോ പടിയരുളിയിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു തലത്തിൽ ചിന്തിക്കാം. ഭഗവാന്റെ ഭക്തിയുടെ ആദ്യ പടിയിലേക്ക് എന്നെ കയറ്റിക്കൊണ്ടുവരിക, പടിയരുളിയിടുക പാർവതീശ പോറ്റി. അയ്യോ, ഇത്രയും നേരം കാമനകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ പാർവതി എന്ന് പറയുന്നത് ആരാണ്? പാർവതി എന്ന് പറയുന്നത് ഭഗവാന്റെ പത്നിയാണ്. അതെങ്ങനെയാ അപ്പൊ സംഭവിക്കും? കാരണം ഇത്രയും നേരം പറഞ്ഞു എന്നെ കാമനയിൽ ഏർപ്പെടരുത്, അല്ലെങ്കിൽ ഇതെല്ലാം ദഹിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞു. ഇവിടെ പാർവതി ഈശ എന്ന് പറഞ്ഞു. പാർവതി ഈശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസനം നൽകുന്നവനാണ് ഈശൻ, അല്ലെങ്കിൽ ഈശ്വരൻ. ഈശതി ഇത് ഈശ്വരൻ. അപ്പോ പാർവതിയെ നമ്മൾ എന്തായിട്ട് കാണണം? പ്രകൃതിയായിട്ട് കാണണം. അപ്പൊ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന നിയന്താവായിട്ട് മാറുന്നവനാണ് ആര്? പാർവതീശൻ, പാർവതിയുടെ ഈശ്വരൻ, പാർവതിയുടെ ഭർത്താവ്, പാർവതിയുടെ പതി. പോറ്റി എന്നത് നമ്മൾ പറയില്ലേ, അല്ലയോ ഭഗവാനെ, അല്ലയോ തമ്പുരാനെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയിലൂടെ പറയാണ്
ഈ ഒരവസ്ഥയിലേക്ക് എന്നെ തള്ളിവിടാതെ എന്നെ സദാ അങ്ങയുടെ സ്മരണയിൽ, അങ്ങയുടെ ആ ഒരു ഭക്തിയിൽ നിർഭരമായിട്ടിരിക്കുവാൻ എന്നെ സഹായിക്കണം. കാരണം ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ എനിക്ക് മറ്റ് അധമ ചിന്തകൾ, അല്ലെങ്കിൽ അധമ ചിന്ത എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു ഭക്തിയുടെ തലത്തിൽ നിന്നാണ് പറയുന്നത്. ഇനി ഒന്ന് ഓർത്തു നോക്കുക, ഗാർഹസ്ഥ്യം എന്നുള്ളത് അല്ലെ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസാശ്രമം. ഇതാണ് നമുക്ക് 4 ആശ്രമങ്ങൾ ആചാര്യന്മാർ ഉപദേശം നൽകിയിട്ടുള്ളത്. എന്തിനാണ് ഗാർഹസ്ഥ അല്ല ഗാർഹസ്ഥം ഗൃഹസ്ഥാശ്രമം എന്തിനാണ് തന്നിരിക്കുന്നത് എന്നറിയുമോ? അത് തന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മചര്യം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു കഴിവ് നമുക്കില്ല. ശരീരത്തിനോട് അമിതമായിട്ടുള്ള ചിന്താഗതികളുണ്ട്. അപ്പൊ ഈ ഗാർഹസ്ഥ്യ അവസ്ഥയിലേക്ക് കടന്ന് ഈ ഭോഗങ്ങളെയെല്ലാം അനുഭവിച്ച് അതിൻ്റെ മിഥ്യാത്വത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഒരു കുട്ടി ജനിച്ച് അവന് 25, 26, 27 എത്രയോ വയസ്സാവുമ്പോൾ കല്യാണം കഴിപ്പിച്ച് അവനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ലോകത്തിലുള്ളത് ഇവ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് ഇതിലൊരു നിനക്കൊരു വൈരാഗ്യം ഉണ്ടാകും, ഇതിനൊരു അറുതി വരും. അപ്പോൾ നീ വാനപ്രസ്ഥം സ്വീകരിക്കുക, സന്യാസാശ്രമം സ്വീകരിച്ച് ഈ 4 ആശ്രമങ്ങളെയും കടന്നു പോവുക ജീവിതത്തിൽ എന്നവർ. അപ്പോ ഈ കാമന തോന്നുക അല്ലെങ്കിൽ ലൈംഗിക ആസക്തി, ലൈംഗിക ആ ഒരു അവസ്ഥ എന്തിനാണ്? പുത്രി ജനനത്തിന് വേണ്ടിയാണ്. കാരണം ഇനിയും ഈ സൃഷ്ടി നടന്നു പോകണം, ഇനിയും മുന്നോട്ട് ഓരോ തലമുറകൾ വരണം എന്ന ഉദ്ദേശത്തിലാണ്. പക്ഷെ അതൊരു ഭോഗവസ്തുവാക്കി മാറുമ്പോഴാണ് അധമ ചിന്തകളിലേക്ക് നാം കടന്നു പോകുന്നത്. നമ്മൾ പ്രജനനത്തിന് വേണ്ടിയാവുമ്പോൾ അതൊരു സത്വപ്രവൃത്തിയായിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പാർവതീശ എന്ന ഒരു കാരണം പാർവതിയും പരമേശ്വരനും ചേർന്നാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ഈ പ്രപഞ്ചം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ താമസിക്കുന്ന ഭൂമി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ശ്വസിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള സർവ്വതും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ലൈംഗികം അല്ലെങ്കിൽ കാമന എന്നുള്ളത് എന്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളതാണ്? പ്രജനനത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ചു നൽകുന്നു. ഓക്കെ, അപ്പോ ഇവിടം കൊണ്ട് ഈ ഒരു ചിന്താഗതി, എൻ്റെ ആസക്തിയെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി വീണ്ടും ഒരു പ്രാർത്ഥന നടത്തുകയാണ് ഭഗവാനോട്. കാലത്തിനെയും കാമത്തിനെയും ജയിക്കുവാൻ അല്ലയോ ഭഗവാനെ നീ വേണം എൻ്റെ കൂടെ എന്ന പ്രാർത്ഥനയാണ്. ആ ശ്ലോകം കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് നടത്താം. യമനോട് മല്ലു പിടിപ്പതിന് നീതാനിമേളവും പിരിയാതിരുന്നു കൊള്ളുക, സുമത്സര സായക സങ്കടം സഹിപ്പാൻ നിമിഷവും എന്നെ അയക്കല മഹേശ. യമനോടു മല്ലു പിടിപ്പതിന്നു നീതാനിമയളവും പിരിയാതിരുന്നു കൊള്ളുക, സുമസരസായക സങ്കടം സഹിപ്പാൻ നിമിഷവും എന്നെ അയക്കല മഹേശ. നീതാനിമയളവും പിരിയാതിരുന്നു കൊള്ളുക, സുമസരസായക സങ്കടം സഹിപ്പാൻ നിമിഷവും എന്നെ അയക്കല മഹേശ. യമനോടു മല്ലു പിടിപ്പതിന്നു നീതാനിമയളവും പിരിയാതിരുന്നു കൊള്ളുക, സുമസരസായക സങ്കടം സഹിപ്പാൻ നിമിഷവും എന്നെ അയക്കല മഹേശ. ചേച്ചി ഇപ്പൊ ചൊല്ലാൻ വന്നപ്പോ ഞാൻ ചൊല്ലാൻ സമ്മതിച്ചില്ല. ചേച്ചി യമനോട് മല്ലു പിടിപ്പതിന്നു നീതാ നിയമളവും പിരിയാതിരുന്നു കൊള്ളുക,
സായക സങ്കടം സഹിപ്പാൻ നിമിഷവും ഒന്നയക്കലോ മകേശ. അയക്കല. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു കാലനും കാമനും ഇത് രണ്ടും നമ്മുടെ ദുഃഖമാണ്, മരണം എന്നതും കാമന എന്നതും. അപ്പൊ യമനോട് മല്ല് പിടിക്കുക. യമൻ ആരാണ്? കാലൻ അല്ലെ? കാലനോട് യുദ്ധം ചെയ്യുവാൻ. മല്ലെന്ന് പറഞ്ഞാൽ യുദ്ധം. യുദ്ധം പിടിപ്പതിന് യോഗ്യൻ ആരാണ്? നീതാൻ. നീയാണ് അതിന് യോഗ്യൻ. കാരണം മാർക്കണ്ഡേയൻ, ഒരു കഥ നമുക്കറിയാം. മാർക്കണ്ഡേയൻ മരിക്കേണ്ട സമയം കഴിയാറായി കഴിഞ്ഞപ്പോഴത്തേക്കിനും യമദേവൻ ദൂതന്മാരവിടെ വന്ന് മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചിരുന്ന് മാർക്കണ്ഡേയൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മാർക്കണ്ഡേയന് വേണ്ടി കാലനോട് യുദ്ധം ചെയ്ത കരുണാമൂർത്തിയാണ് ആര്? ശിവഭഗവാൻ. അപ്പോ അതിന് യോഗ്യൻ നീ തന്നെയാണ്. അപ്പോ എന്ത് ചെയ്യണം? ഇമ അളവ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലിങ്ക് ചെയ്യുക. കണ്ണ് അടച്ചു തുറന്നിരിക്കുന്ന ആ നിമിഷം പോലും, അത്ര ഞൊടിയിട പോലും നീ എന്നെ പിരിയാതെ ഇരിക്കണം. കാരണം എപ്പോഴാണ് ഇത് എന്നെ വന്ന് ബാധിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സ് സ്ഥിരമായിട്ടില്ല. എനിക്ക് ഈ വക കാര്യങ്ങളെ നേരിടാനുള്ള ഒരു ബുദ്ധിയോ വിവേകമോ എനിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ നീ എന്ത് ചെയ്യണം? നീ സദാ എന്നോടൊപ്പം ഉണ്ടാവണം. എന്നെ സദാ പരിപാലിച്ചു പോകണം. പരിപാലിച്ചു പോവുക നീ ദേഹി. അപ്പോ പിരിയാതിരുന്നു കൊള്ളുക. ഇനി പറയുന്നു സുമശര സായക സങ്കടം. സുമശരൻ ആരാണ്? സുമശരൻ കാമദേവൻ. സായകം അമ്പ്. അപ്പോ കാമദേവന്റെ അമ്പിനെ ആ സങ്കടം സഹിപ്പാൻ, ആ ദുഃഖം സഹിക്കാനായിട്ട് എന്നെ ഒരു നിമിഷം പോലും നീ അയക്കല എന്ന് പറഞ്ഞാൽ അയക്കരുത്. എന്ത് ചെയ്യരുത്? എന്നെ ആ ദുഃഖത്തിൽ പെട്ടുപോകാൻ നീ എന്നെ അനുവദിക്കരുതേ ഭഗവാൻ. കാരണം ഭഗവാന്റെ സാന്നിധ്യം ഒന്നുണ്ടെങ്കിൽ അല്ലെ, അർജുനൻ എങ്ങനെയാണ് ഗീതാ ഉപദേശമൊക്കെ കഴിഞ്ഞ് ആ തേരിൽ നിന്നുകൊണ്ട് സർവ കൗരവപ്പടയോടും പൊരുതിയത്? കാരണം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ്. ഭഗവാൻ എന്നെ കാത്തുകൊള്ളുമെന്ന വിശ്വാസത്തോടു കൂടിയാണ്. അപ്പൊ ആ ഒരു തലം ഉണ്ടല്ലോ, എൻ്റെ ഭഗവാൻ എന്നെ കാത്തുകൊള്ളും എന്ന ഒരു ഭാവം ഉണ്ടല്ലോ, ആ ഭാവത്തിലേക്ക് ഉണരുവാനായിട്ട് ഭഗവാനെ നിന്റെ അനുഗ്രഹം എനിക്കുണ്ടാകണം. അപ്പൊ ഈ കാലന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ എന്ന ആ ഒരു പീഡനം, ആ ഒരു ഭയം, കാരണം മരണം എന്നത് ഭയമാണ്. ആ ഭയവും അതുപോലെ തന്നെ കാമന എന്ന ആസക്തി, ഇത് രണ്ടും തടുക്കാൻ എൻ്റെ മനസ്സിന് പക്വമില്ല. ആരെ കൊണ്ടേ സാധിക്കുകയുള്ളൂ? ഭഗവാനെ കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ട് ഒരു നിമിഷം പോലും നീ എന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. സദാസമയം നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ ഒരു ചിലപ്പോ ഞാനൊന്ന് കണ്ണ് മൂടിയിട്ട് തുറക്കുന്നതിനുള്ളിൽ എന്താവും? കാമബാണൻ, കാമാസക്തി എൻ്റെ ഉള്ളിലേക്ക് വരാം. അല്ലെങ്കിൽ കാലൻ ആ നിമിഷം വന്ന് എൻ്റെ പ്രാണൻ എടുത്തുകൊണ്ട് പോകാം. അപ്പൊ ഭഗവാനെ എൻ്റെ രക്ഷകനാണ് നീ. അതുകൊണ്ട് എന്നെ എന്ത് ചെയ്യണം? സദാ രക്ഷിച്ച് നയിച്ചു കൊണ്ടുപോകേണ്ടത് ആരാണ്? നീയാണ് ഭഗവാനെ. നീ അല്ലാതെ എനിക്ക് യാതൊരു സഹായവും അല്ലെങ്കിൽ ഒരു രക്ഷയും ഈ പ്രപഞ്ചത്തിൽ വേറില്ല എന്ന പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇനി മഹേശ എന്നൊരു വാക്കുണ്ട്. മഹേശ, മഹത് ആയിട്ടുള്ള ഈശ്വർ. എപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മഹത്ത് എന്ന് പറയുന്നത്? ശ്രേഷ്ഠമായിട്ടുള്ള ക്വാളിറ്റി അതിലുണ്ടാകുമ്പോഴാണ്. ഒരു വ്യക്തി മഹാത്മാവായിട്ട് മാറുന്നത് എപ്പോഴാണ്? മറ്റുള്ളവർക്ക് കണ്ടുപഠിക്കേണ്ടത്, മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അവരിൽ ഉണ്ടാവും. അവരാ തരത്തിൽ നമ്മളെ ജീവിച്ച് കാണിച്ചു കഴിയുമ്പോഴാണ് ആ വ്യക്തി മഹത്തരം. അപ്പൊ ഈ പ്രപഞ്ചത്തിനെ തന്നെ നയിച്ചും നിയന്ത്രിച്ചും പരിപാലിച്ചുമൊക്കെ പോകുന്ന ആ ഈശ്വരനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കാൻ പറ്റുക? അപ്പൊ ഇവിടെ വിളിച്ചിരിക്കുന്നത് മഹേശ, മഹത്തായിട്ടുള്ള ഈശ.
സർവ്വതിനെയും നിയന്ത്രിക്കുന്ന അല്ലയോ ഈശ്വരനെ, അങ്ങ് എന്ത് ചെയ്യണം? എന്നെ ഇതിലൊന്നും പെടാതെ, ഒരു നിമിഷം പോലും ഇതിലൊന്നും പെടാതെ മുന്നോട്ട് പോവാനായിട്ട്, ആത്മീയമായിട്ട് നിന്നോടൊത്ത് ചേർന്ന് നിൽക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ നിന്നോടൊത്ത് എന്നെ ചേർത്ത് നിൽക്കുകയും ചെയ്യണമെന്ന പ്രാർത്ഥനയിലൂടെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം നാം മനസ്സിലാക്കി എന്ന് കരുതുന്നു. അതുപോലെ ഇതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്യുക. കാരണം ഈ ഒരു കൃതിയില് വൈരാഗ്യം ജനിപ്പിക്കുവാനായിട്ടുള്ള ഒത്തിരി ശ്ലോകങ്ങളുണ്ട്. നമ്മൾ എന്തിലൊക്കെയാണോ നമ്മുടെ ശ്രദ്ധയുള്ളത് അവ തിരിച്ച് സത്വമായിട്ടുള്ള ഒന്നിലേക്ക് തിരിക്കുവാനായിട്ട് ഗുരുദേവൻ ഒത്തിരി ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ ഉപദേശം നാം എന്ത് ചെയ്യണം? മനസ്സാൽ സ്വീകരിച്ചുകൊണ്ട് ആചരിച്ചു വരണം. ഭക്തി നമ്മുടെ മനസ്സിൽ ഉയർത്തിക്കൊണ്ടുവരണം. ഓക്കെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.